എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവറും ഒരു പീസ് തുണിയും 3 സിബ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഈ ചെറിയ ഹാൻഡ് ബാഗ് നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് 3 പോക്കറ്റാണ് വരുന്നത്. ഒരു പോക്കറ്റിൽ നമ്മുടെ അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനം മുഴുവൻ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ മൊബൈൽ അതും ഞാനൊരു പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അടുത്ത പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വേറെയും നമുക്ക് വെക്കാൻ പറ്റുക അടിപൊളിയായിട്ടുള്ള 3 പോക്കറ്റ് വരുന്ന ഈ ഒരു ബാഗ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കവറും ഒരു പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ കവറൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കവർ എന്ന് പറയുമ്പോഴത്തേ വെള്ളം നനയുമ്പോഴത്തേ മെൽറ്റാകുന്ന രീതിയിലുള്ള കവറെല്ലാം നല്ല കട്ടിയുണ്ട്. ഇത് വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു കവറാണ് കേട്ടോ. അപ്പോൾ ആ കവർ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നീളം എന്ന് പറഞ്ഞാൽ 13 ഇഞ്ചും 8.5 ഇഞ്ച് വീതിക്കുമാണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം അളവിൽ തന്നെ നമുക്കൊരു തുണിയും കൂടി എടുക്കാം. അത് ഏതൊരു തുണി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നും സാരി തുണി തന്നെയാണ്. അപ്പോൾ ആ സാരി തുണി നമ്മുടെ ഈ കവറും കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാഗ് തയ്ക്കുന്ന ആ ഒരു തുണിക്ക് നല്ല ബലം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കവർ ഇല്ലാത്തവർക്ക് നമുക്ക് അരിച്ചാക്ക് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫില്ലേ, നമുക്ക് ചുരിദാറിനൊക്കെ വിൽക്കുന്ന ആ ഒരു സ്റ്റിഫ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാശ് മുടക്ക് കുറച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ബാഗ് ചെയ്തെടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും നമുക്ക് ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ തന്നെ ധാരാളമാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ ബാഗ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണി ആ കവറും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ഒരു തുണി പിടിക്കുമ്പോഴത്തേനും നല്ല ബലം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 സിബ് എടുത്തിട്ടുണ്ട്. ഈ സിബ് എന്ന് പറയുമ്പോഴത്തേന് ഈ തുണിയുടെ ഒരു സൈഡിലായിട്ട് വെച്ച് ഇതുപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് പതിച്ചു കൂടെ തയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത വശത്ത് നമുക്ക് അതേപോലെ തന്നെ അടുത്ത സിബ് വെച്ചിട്ട് നേരെ തയ്ച്ചിട്ട് അതും ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത്രയൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ സിബൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വള്ളിയും കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വള്ളിയുടെ നീളം വരുന്നത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വള്ളിയൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ടാണ് വള്ളി തയ്ക്കുന്നത് കാണിക്കാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് വള്ളി നമുക്ക് 2 സൈഡിലായിട്ട് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് അടയാളം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ സിബ് വരുന്ന ഭാഗത്തുനിന്ന് ഇതുപോലെ മുകളിലേക്ക് നമുക്ക് അതേപോലെ തന്നെ ആ 2 ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡും അതേപോലെ തന്നെ 2 ഇഞ്ച് അടയാളം ചെയ്യണം കേട്ടോ. അപ്പോൾ 2 സൈഡിലും 2 ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം നമ്മുടെ വള്ളി എടുക്കുക. വള്ളി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു സൈഡിൽ വയ്ക്കുക. അടുത്ത തുമ്പും മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ അടുത്ത സൈഡിൽ ആ കറക്റ്റ് അളവ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡിലും വള്ളി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല, വള്ളി ഇങ്ങനെ തയ്ച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ വള്ളി തയ്ച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട്. കണ്ട ഗ്രീനും ബ്ലാക്കും കൂടെ വന്നപ്പോഴത്തേനും അടിപൊളിയല്ലേ. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടൊരു തുണി എടുക്കുക. ആ തുണി എടുത്ത് താഴ്വശത്ത് വെച്ചിട്ട് ഈ ഒരു ബാഗിൻ്റെ തുണിയെടുത്ത് മേളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡ് നമുക്കങ്ങ് തയ്ച്ച് വെക്കണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ 4 സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബ് പിടിപ്പിച്ച ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നമുക്ക് താഴോട്ട് നമുക്ക് ഒരു 6 ഇഞ്ച് അടയാളം ചെയ്യാം കേട്ടോ. 6 ഇഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് വന്നിട്ട് ആ സെയിം അളവ് തന്നെ 6 ഇഞ്ച് അടയാളം ചെയ്യാം. 2 സൈഡിൽ നിന്ന് 6 ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 6 ഇഞ്ചിൻ്റെ ലെവലിലായിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വരയിട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊക്കെ വളഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയിട്ടോളൂ കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ നിന്നും 6 ഇഞ്ച് അടയാളം ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയിട്ട് കൊടുത്തിട്ട് നല്ല വശത്തുകൂടെ ഇനി ആ വരയിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമ്മുടെ ആ പോക്കറ്റ് അങ്ങ് റെഡിയാകും കേട്ടോ. നമ്മൾ ഉൾഭാഗത്തൊരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല വശത്തോടെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ 6 ഇഞ്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയിട്ട് കൊടുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിബ് കൂടെ വേണം. അപ്പോൾ ആ സിബിൻ്റെ റണ്ണർ ഊരി അങ്ങ് മാറ്റണം. മാറ്റി കഴിഞ്ഞതിന് ശേഷം ആ സിബ് നമുക്ക് ആദ്യം നമ്മൾ സിബ് പിടിപ്പിച്ചില്ലേ, ആ സിബിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നേരെ അങ്ങ് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടി തയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ സിബിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം എടുത്തിട്ട് അടുത്ത സിബ് പിടിപ്പിച്ച് ആ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതും അങ്ങ് തയ്ച്ചെടുത്തിട്ട് പതിച്ചെടുത്തോണം. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ തയ്ക്കുന്ന കാണിച്ചിട്ടുള്ളൂ, അടുത്ത സൈഡിലും ഇതേപോലെ വെച്ച് അങ്ങ് തയ്ച്ചോണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് തയ്ച്ച് സിബ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സിബ് വെച്ച് ആ കൊടുത്ത ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു ബോർഡർ കൊടുക്കാനായിട്ട് ഞാനൊരു ചെറിയ തുണി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ആ സിബ് വെച്ചതിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ അത് ഇതുപോലെ അങ്ങ് നേരെ മേളിലേക്ക് വെച്ചിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മൾ ആ സിബ് പിടിപ്പിച്ച ഭാഗം കാണുമ്പോഴൊരു ഭംഗിയും വരത്തുള്ളൂ. അങ്ങനെ ഒരു ബോർഡർ വരുമ്പോഴത്തേന് അപ്പോൾ ചെറിയ വീതിയിൽ തുണി എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം ഇതുപോലെ നേരെ വെച്ച് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡ് തയ്ച്ച പോലെ തന്നെ അടുത്ത വശത്ത് നമ്മൾ സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് അതും കറക്റ്റായിട്ടൊന്ന് വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സൈഡും കൂടെ അങ്ങനെ ആ ഒരു തുണി എടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് തയ്ച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ആ രണ്ട് സൈഡിലും ആ ഗ്രീൻ കളർ ബോർഡർ ഇങ്ങനെ തയ്ച്ചപ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സ്ക്വയർ ആയിട്ടുള്ള തുണി വേണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു 6.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് കവറാണ്, തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് തയ്ച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ചോക്ക് കൊണ്ട് അടയാളം ചെയ്യണം. രണ്ട് സൈഡും ഒന്ന് അടയാളം ചെയ്യണം. രണ്ട് തുണി എടുത്തിട്ട് രണ്ട് സൈഡും കറക്റ്റ് സെൻറ്റർ ഭാഗം ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗ് എടുക്കുക. ബാഗ് എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇതുപോലൊന്ന് മടക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചോക്കും കൊണ്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ. രണ്ട് സൈഡ് അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ചെറിയ പീസ് ആ ബ്ലാക്ക് കളർ തുണി ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് തയ്ക്കുക. അടുത്ത പീസും അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് അതും ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയും ഒന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാഗ് ഇങ്ങനെ നല്ല വശമാക്കിയിട്ട് ആ നടുക്കത്തെ സിബിൻ്റെ റണ്ണർ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് റണ്ണർ ഇട്ട് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്ത് ഊരിയിട്ട് വീണ്ടും ഒന്നും കൂടെ ആ റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ആ റണ്ണർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാഗ് ഒന്ന് തിരിച്ച് ചീത്തവശമാക്കി ഒന്ന് എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ചീത്തവശമാക്കി എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം 6.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലും നടുക്ക് ഭാഗത്ത് പിടിപ്പിച്ച ആ ബ്ലാക്ക് കളർ തുണി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗം സിബിൻ്റെ നടുക്ക് ഭാഗം വരുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് അവിടുന്ന് നേരെ അങ്ങ് മേൽവശം ആദ്യം അങ്ങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും അങ്ങനെ തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ആ സൈഡിൽ നിന്നുള്ള തുണി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നടുക്കത്തെ ആ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ബാഗ് ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ.
അടിപൊളി ബാഗായിട്ടാണ് നമുക്ക് തയ്ച്ച് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പൈസ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ 3 സിബ് വെച്ചതിൻ്റെ ആ പൈസ ചിലവേ ആയിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരു കാശ് മുടക്കവും ഇല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള 3 പോക്കറ്റ് വരുന്ന ഒരു ബാഗാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ബാഗിനകത്ത് ഞാൻ സാധനങ്ങളൊക്കെ വെച്ച് കാണിക്കാം കേട്ടോ. അതിൻ്റെ ഒരു പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതാ നമുക്ക് അതിലേക്ക് തന്നെ ഇടാം കേട്ടോ. ഒരു പോക്കറ്റിലേക്ക് മേക്കപ്പ് സാധനം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കത്തെ ഇതാ ആ ഒരു പോക്കറ്റ് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതെന്തായാലും നമ്മൾ പോകുന്നിടം എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ അതും നമ്മൾ നടുക്ക ഭാഗത്തെ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ അടുത്ത പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പൈസയും പിന്നെ നമുക്ക് വേറെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നമ്മുടെ ആയ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിനകത്ത് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഒരു ബാഗുമാണ്. ഇതാ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ കാണുമ്പോഴും ഒരു നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ബാഗ് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സിബ് മേടിക്കാനായിട്ട് 4 രൂപയെ നമുക്കാകത്തുള്ളൂ. 3 സിബ് മേടിച്ചാൽ മതി. അതിൻ്റെ പൈസ മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ എന്തായാലും കാണുമല്ലോ. പിന്നെ പഴയ തുണി ഏതെങ്കിലും ആണെങ്കിലും എടുത്താലും മതി കേട്ടോ. ഇതുപോലത്തെ ബാഗ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് ഒട്ടും തയ്യലറിയാൻ മേലാത്തവർക്ക് പോലും കുറച്ച് സമയം കൊണ്ട് ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.